ഡോക്ടറെ, എൻ്റെ മൂക്ക് എപ്പോഴും അടഞ്ഞാണ് ഇരിക്കുന്നത്. എനിക്ക് കുറച്ച് വർഷങ്ങളായി അലർജിയുടെ പ്രശ്നമുണ്ട്. തുമ്മലോ ജലദോഷമോ ഇല്ലെങ്കിൽ പോലും മൂക്ക് എപ്പോഴും അടഞ്ഞിരിക്കും. ഈയിടെയായി എനിക്ക് മണം കിട്ടാനും ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ കണ്ണിന് ചുറ്റും ഭയങ്കര പ്രഷറും അനുഭവപ്പെടാറുണ്ട്. ഇതെന്താ ഇങ്ങനെ? ഇത് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നിങ്ങൾ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് മൂക്കിലെ ദശയാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വർഷങ്ങളായി അലർജി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പൊടി, പൂമ്പൊടി പോലെയുള്ള അലർജി ട്രിഗേഴ്സിനോട് നിങ്ങളുടെ ശരീരം തുടർച്ചയായി പ്രതികരിക്കുമ്പോൾ അത് മൂക്കിൻ്റെ അകത്ത് വിട്ടുമാറാത്ത വീക്കത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. ഇത് പിന്നീട് മൂക്കിലെ ദശയുടെ അഥവാ നേസൽ പോളിപ്പുകളുടെ വളർച്ചയ്ക്ക് കാരണമാകും. മൂക്കിനകത്തോ സൈനസുകൾക്കുള്ളിലോ ഉണ്ടാകുന്ന മൃദുവായ വേദനയില്ലാത്ത വളർച്ചകളാണ് ഈ മൂക്കിലെ ദശ. ഇത് വലുതാകും തോറും നിങ്ങളുടെ മൂക്കിലൂടെയുള്ള എയർ പാസേജ് തടയാനും അങ്ങനെ നിങ്ങൾക്ക് ശ്വാസമെടുക്കാനും ഗന്ധം തിരിച്ചറിയാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. മൂക്കിലെ ദശ വലുതാകുമ്പോൾ സൈനസുകളിലേക്കുള്ള സ്വാഭാവികമായ വഴികളെ തടസ്സപ്പെടുത്തും. ഈ തടസ്സങ്ങൾ മൂലം സൈനസ് ക്യാവിറ്റിയിൽ കഫം കെട്ടിക്കിടക്കാനും നീർവീക്കം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതിന്റെ ഫലമായി നിങ്ങളുടെ മുഖത്ത്, പ്രത്യേകിച്ച് നെറ്റിയുടെയും കണ്ണുകളുടെയും കവിളുകളുടെയും ചുറ്റും ഒരുതരം പ്രഷറും ഭാരവും നിങ്ങൾക്ക് അനുഭവപ്പെടാം. പക്ഷേ വിഷമിക്കേണ്ട. ആയുർവേദത്തിൽ മൂക്കിലെ ദശ ഫലപ്രദവും സുരക്ഷിതവുമായി ചികിത്സിക്കാൻ അനേകം വഴികളുണ്ട്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റാണ് ഹെർബലി ടച്ച് ആയുർവേദ ഹോസ്പിറ്റലിൽ നൽകുന്നത്. അപ്പോൾ ഇതുപോലെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ മണം കിട്ടാതെ വരികയോ കണ്ണിന് ചുറ്റും പ്രഷർ അനുഭവപ്പെടുകയോ ചെയ്താൽ നിങ്ങൾക്ക് മൂക്കിലെ ദശയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ വേഗം തന്നെ ഹെർബലി ടച്ചിൻ്റെ ചെങ്ങന്നൂരോ പയ്യന്നൂരോ കൊയിലാണ്ടിയിലോ ഉള്ള ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വന്നോളൂ.